1,13,080 രൂപ. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ ചെന്നാൽ കാണാൻ പോകുന്ന പവൻ വില ഇതാണ്. സംഗതി കേൾക്കുമ്പോൾ ഒരു വലിയ സംഖ്യയായി തോന്നും അല്ലേ? പക്ഷേ ഇതിലൊരു ചെറിയ ആശ്വാസമുണ്ട്. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നലെ പോയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വന്നേനെ. കാരണം ഇന്ന് സ്വർണ്ണവിലയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഗ്രാമിന് 125 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. നമ്മൾ മലയാളികൾ എപ്പോഴും പവൻ കണക്കാണല്ലോ നോക്കാറുള്ളത്. അപ്പോൾ ഒരു പവന് ഇന്ന് ഒറ്റയടിക്ക് 1000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് 1000 രൂപയുടെ ഇടിവ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. മാർക്കറ്റിൽ എവിടെയോ വലിയൊരു തിരുത്തൽ നടക്കുന്നുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇന്ന് കേരളത്തിലെ ബോർഡ് റേറ്റ് ഒന്ന് നോക്കാം. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 14,135 രൂപയാണ്. അപ്പോൾ ഒരു പവൻ വാങ്ങാൻ 1,13,080 രൂപ കൊടുക്കണം. ഈ വർഷം ജനുവരി 29 നമ്മൾ കണ്ട സർവകാല റെക്കോർഡുണ്ടല്ലോ, ഒരു പവന് 1,31,160 രൂപ വരെ എത്തിയത്. അതിൽ നോക്കുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുറവ് ഇനിയും തുടരുമോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് സത്യത്തിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത്? ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ഒരു തരം പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അതായത് സ്വർണ്ണവില ഉയർന്നു നിന്ന സമയത്ത് വാങ്ങിവെച്ച വമ്പൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ അത് വിറ്റ് ലാഭം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിപണിയിൽ സ്വർണത്തിന്റെ സപ്ലൈ കൂടുമ്പോൾ സ്വാഭാവികമായും വില താഴേക്ക് വരും. ഈ വിലക്കുറവിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ. US-ഇറാൻ ചർച്ചകൾ പോസിറ്റീവായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഉള്ളിലെ പേടിയൊന്നു മാറും. പേടി മാറുമ്പോൾ അവർ സ്വർണം വിറ്റിട്ട് മറ്റ് ബിസിനസ്സുകളിലേക്ക് പണം മാറ്റും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഓരോ ചെറിയ അനക്കവും നമ്മുടെ നാട്ടിലെ ജ്വല്ലറിയിലെ പ്രൈസ് ടാഗിനെ മാറ്റിക്കൊണ്ടിരിക്കും. സംഗതി നിസ്സാരമല്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു നിമിഷം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിലക്കുറവ് കണ്ട് നമ്മളിപ്പോൾ ആവേശത്തിൽ ചാടി വീഴണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് സ്ക്രാപ്പ് സ്വർണം വിൽക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പഴയത് മാറ്റി പുതിയതെടുക്കുന്നതിനെ കുറിച്ചോ ആണ്. പവന് 1000 രൂപ കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ കയ്യിലുള്ള സ്വർണം വിൽക്കാനിരുന്നവർ ഒന്ന് പിന്നോട്ട് പോകും. അതൊരു ലോജിക്കാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മാർക്കറ്റിന്റെ സൈക്കോളജി മനസ്സിലാക്കേണ്ടത്. സ്വർണം അതിന്റെ പീക്ക് വാല്യൂവിൽ നിന്ന് പതുക്കെ താഴേക്ക് വരുമ്പോൾ അത് മാർക്കറ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യുന്നത് പോലെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശ്വാസം വിടാതെ ഓടിക്കൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് സത്യത്തിൽ വിപണിക്ക് ആരോഗ്യകരമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കണം. ഗ്രാമിന് 125 രൂപ കുറഞ്ഞത് വെറും ഒരു സാധാരണ ഗ്രാഫ് താഴേക്ക് വന്നതല്ല. ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ ബാങ്കുകളിലെ ഗോൾഡ് ലോണുകളെ വരെ ബാധിക്കാം. സ്വർണ്ണവില വലിയ രീതിയിൽ ഇടിയുമ്പോൾ ബാങ്കുകൾ നൽകുന്ന ലോൺ തുകയിലും മാറ്റം വരാം. അതായത് സ്വർണം പണയം വെച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റും പണം കണ്ടെത്തുന്നവർക്ക് ഈ വിലക്കുറവ് അല്പം തലവേദന ഉണ്ടാക്കും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ വില നിയന്ത്രണ വിധേയമാകുന്നത് ലിക്വിഡിറ്റി കൂടാൻ സഹായിക്കും. വിപണിയിൽ പണം കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ ഇത്തരം തിരുത്തലുകളും അത്യാവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ US-ഇറാൻ ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ബജറ്റിൽ വരെ കൈകടത്തുന്ന ഒന്നാണ്. അവർ തമ്മിലൊരു ധാരണയിലെത്തിയാൽ ക്രൂഡ് ഓയിൽ വില താഴേക്ക് വരാം. അതുവഴി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും. ഒടുവിൽ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ വരെ ബാധിക്കാം. സ്വർണ്ണവിലയിലുണ്ടായ ഈ 1000 രൂപയുടെ മാറ്റം ഒരു സൂചന മാത്രമാണ്. ലോകം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നൽ ഇൻവെസ്റ്റേഴ്സിന് വന്നാൽ അവർ റിസ്ക് എടുക്കാനും തയ്യാറാകും. അപ്പോൾ സ്വർണം പോലെ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് പണം പുറത്തേക്ക് ഒഴുകും. ഇന്ന് 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 11,615 രൂപയാണ് വില. അവിടെയും ഗ്രാമിന് 100 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. അതായത് പവന് 800 രൂപയുടെ ഇടിവ്. വെള്ളി നോക്കുകയാണെങ്കിൽ 10 ഗ്രാമിന് 2,650 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. നമ്മൾ മിസ് ചെയ്യുന്ന ഇതാണ് ഡോളറിന്റെ മൂല്യം. ഡോളർ ഒന്ന് കരുത്താർജിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഗോൾഡ് റേറ്റ് ഓട്ടോമാറ്റിക്കായി താഴേക്ക് പുഷ് ചെയ്യപ്പെടും. ഇപ്പോഴത്തെ ഈ വിലക്കുറവിന് പിന്നിൽ ഡോളറിന്റെ ആ ഒരു സ്വാധീനം നമുക്ക് വ്യക്തമായി കാണാം. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ 1000 രൂപയുടെ കുറവ് വലിയൊരു ആശ്വാസമാണ്. 10 പവൻ വാങ്ങുന്ന ഒരാൾക്ക് ഇന്നത്തെ വിലയിൽ 10,000 രൂപ ലാഭിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു തുടർച്ചയായ ട്രെൻഡാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. വരാനിരിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവ് മീറ്റിങ്ങുകളും മറ്റ് സാമ്പത്തിക ഡാറ്റകളും സ്വർണത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തീരുമാനിക്കും. ഒരു കാര്യം പറയാം, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ്. ഒരു വശത്ത് ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം, മറുവശത്ത് ബാങ്ക് പലിശ നിരക്കുകൾ. ഇത് രണ്ടും സ്വർണത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ 1000 രൂപയുടെ മാറ്റം കണ്ട് നമ്മൾ ഉടനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല. പ്ലാൻ ചെയ്ത പർച്ചേസുകൾ ഉള്ളവർക്ക് ഇതൊരു നല്ല മാറ്റമാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ കാണുന്നവർ മാർക്കറ്റ് ട്രെൻഡ് ഒന്നുകൂടി പഠിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ നമ്പറുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഗ്രാമിന് 14,135, പവന് 1,13,080. ഈ നമ്പറിൽ നിന്ന് വില ഇനിയും താഴേക്ക് പോകുമോ അതോ ഇത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുമോ? നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ പെട്ടെന്നൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ സ്വർണത്തേക്കാൾ ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും കണ്ണുവെക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ സ്വർണ്ണ വിപണിയിൽ ഇപ്പോൾ ഒരു വലിയ തിരുത്തൽ നടക്കുകയാണ്. വില കുറയുന്നത് നമുക്ക് ആശ്വാസമാണെങ്കിലും ഇതിന്റെ പുറകിലെ സാമ്പത്തിക കാരണങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നാളെ റേറ്റ് വീണ്ടും താഴുമോ അതോ ഇന്ന് കുറഞ്ഞത് നാളെ തിരിച്ചു പിടിക്കുമോ എന്ന് കണ്ടറിയാം. സ്വർണ്ണവിലയിലെ ഈ മാറ്റങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.